ഇപ്പോൾ എക്സലിൽ ഒരു സിമ്പിൾ ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും? ഓക്കെ. ഇപ്പോൾ ഒരു സിമ്പിൾ ഡ്രോപ്പ് ഡൗൺ, അതായത് ഒരു ഡ്രോപ്പ് ഡൗണിൽ പല പല ലിസ്റ്റുകളുണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് വേണ്ട ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്ത് അതിന്റെ റിസൾട്ട് നമുക്ക് കാണണം. അതിന് നമുക്ക് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ എക്സലിലുണ്ട്. ഇപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ സെല്ലിൽ ഒരു ഡ്രോപ്പ് ഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഡേറ്റാ സെറ്റ് ഇതാണ്. ഇതില് റീജിയൻ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. ഈ റീജിയണിൽ പല പല റീജിയൻസ് കാണാം, ലൈക്ക് സൗത്ത്, ഈസ്റ്റ്, സെൻട്രൽ, വെസ്റ്റ്. ഈ 4 റീജിയൻസേ ഉള്ളൂ എങ്കിലും ഇത് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഇപ്പോ ഇവിടെ ഞാൻ ഡേറ്റ എന്ന് പറഞ്ഞൊരു ടാബില്, നമുക്ക് ഡേറ്റ ടാബില് ഡേറ്റ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പില് ഒരു ഐക്കൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യും. ഇത് ഡേറ്റ വാലിഡേഷന്റെ ഐക്കൺ ആണ്. ഇതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഡേറ്റ വാലിഡേഷൻ ഓപ്ഷൻ വെച്ചിട്ട് ഞാനൊരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സെൽ എടുക്കുകയാണ്. ഒരു സെല്ല്, ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തു, ഒരു ഹെഡിങ് കൊടുത്തു, റീജിയണും സെയിൽസും. എന്റെ റിക്വയർമെന്റ് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് 4 റീജിയൻസ് ഉണ്ട്. ആ 4 റീജിയണേയും എനിക്ക് ഇവിടെ ഒരു സെല്ലിൽ, ഈ ഒരു സെല്ലിൽ ഡ്രോപ്പ് ഡൗൺ പോലെ ആക്കി മാറ്റണം. ആ ഡ്രോപ്പ് ഡൗണിൽ ഈ 4 റീജിയൻസും എനിക്ക് കാണാൻ പറ്റണം. ഇപ്പോൾ അതിലിപ്പോൾ ഞാൻ സൗത്തിൽ ക്ലിക്ക് ചെയ്താൽ സൗത്തിന്റെ ടോട്ടൽ സെയിൽസ് കാണണം. ഈസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈസ്റ്റിന്റെ, വെസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ വെസ്റ്റിന്റെ ടോട്ടൽ സെയിൽസ്, അങ്ങനെ എനിക്ക് കാണാൻ സാധിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സെല്ലിൽ ഞാനൊരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്ന സെല്ല് ഇതാണെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഈ റീജിയൺ എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ഞാൻ കൊടുത്തു. ഇതിന്റെ തൊട്ട് താഴെയുള്ള ഒരു സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ഇതിൽ ഞാനൊരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഡേറ്റ ടാബില് ഇതാണ് ഡേറ്റ വാലിഡേഷന്റെ ഐക്കൺ. അതിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അപ്പോൾ ലിസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഡേറ്റ വാലിഡേഷൻ പോപ്പപ്പിൽ അലൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ലിസ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. സോഴ്സ് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഡിഫറെൻറ്റ് റീജിയൻസ് ആണ് വേണ്ടത്. ഇപ്പൊ റീജിയൻസിന് വേണ്ടി എനിക്ക് ആക്ച്വൽ റീജിയൻ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. അപ്പൊ ഞാൻ ആ റീജിയൻ കോളം എടുക്കാൻ പോവാണ്. സോഴ്സിൽ ഈ അപ്പാരൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എനിക്ക് വേണ്ട റേഞ്ച് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ആ ഒരു റീജിയൻ കോളത്തിലേക്ക് പോയി, ഈ കോളത്തിലേക്ക് പോയി ഈ ഹോൾ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്യാണ്. സോ ഈ ഹോൾ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്തു. ആ ഹോൾ റേഞ്ചിന്റെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യാണ്. ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ മുൻപ് എഴുതിയിട്ടുള്ള ആ റീജിയൺ എന്ന് പറഞ്ഞ അവിടെ ഓക്കെ, ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. സോ എനിക്ക് വേണ്ട സൗത്തും ഈസ്റ്റും സെൻട്രലും വെസ്റ്റും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. സപ്പോസ് ഞാൻ ഈസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈസ്റ്റിന്റെ വാല്യൂ കണ്ടു. അപ്പോൾ എനിക്ക് എന്താണോ വേണ്ടത് അതെനിക്കിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആക്കി കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് ആ ഡ്രോപ്പ് ഡൗണിൽ നിന്നും ഇഷ്ടമുള്ള വാല്യൂ എനിക്ക് സെലക്ട് ചെയ്യാനും സാധിക്കും. ഇത് എങ്ങനെയാണ് സാധിച്ചതെന്ന് ചോദിച്ചാൽ, ഇതാണ് നമ്മുടെ ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളെ സഹായിക്കുന്നത് ഇങ്ങനെ ആക്കി മാറ്റാൻ. ഇതിന്റെ റിക്വയർമെന്റ് ഞാൻ പറഞ്ഞു. സൗത്തിൽ ക്ലിക്ക് ചെയ്താൽ സൗത്തിന്റെ ടോട്ടൽ സെയിൽസ്, ഈസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഈസ്റ്റിന്റെ, അങ്ങനെ വേണം കാണാൻ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ഫോർമുല എഴുതാൻ പോവാണ്. ടോട്ടൽ സെയിൽസ് അല്ല, ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെയിൽസ് ആണ് എനിക്ക് കാണേണ്ടത്. അപ്പൊ സം എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ അല്ല ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, സം ഇഫ് ഫംഗ്ഷൻ ആണ്. സോ നമുക്കറിയാം എല്ലാ ഇക്വേഷനും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈക്വൽ ടു വെച്ചിട്ടാണ്. സോ ഈക്വൽ ടു സം ഇഫ്. സം എഫിന്റെ സിൻടാക്സ് എങ്ങനെയാണ് കാണുക? സോ അതിനകത്ത് റേഞ്ച്, ക്രൈറ്റീരിയ, സം ഓഫ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ സൗത്തും വെസ്റ്റും ഈസ്റ്റും ഒക്കെ കിടക്കുന്ന റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ റേഞ്ച് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ ആ ഒറിജിനൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ആ റീജിയൻ കോളം ആണ് നമ്മൾ കൊടുക്കേണ്ടത്.
ആ റീജിയൻ കോളം കൊടുക്കുന്നു. ഇനി ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ സമ്മിന്റെ അല്ലെ സൗത്തിന്റെ ടോട്ടൽ സെയിൽസ് ആണെങ്കിൽ സൗത്ത് കൊടുക്കുക, ഈസ്റ്റിന്റെ ആണെങ്കിൽ ഈസ്റ്റ് കൊടുക്കുക, അങ്ങനെ വേണം കൊടുക്കാൻ. സോ ഞാനിപ്പോൾ തൽക്കാലം റേഞ്ച് സെലക്ട് ചെയ്യാൻ പോവാണ്. റേഞ്ചിന് വേണ്ടി ഞാൻ എൻ്റെ റീജിയൻ കോളത്തിൽ പോകുന്നു. ആ ഹോൾ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ എൻ്റെ ഇക്വേഷൻ ഫോർമുല ബാറിൽ കാണാം, കോമ. ഇനി കാണേണ്ടത് ഇനിയിപ്പോൾ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ക്രൈറ്റീരിയ ആണ്. ക്രൈറ്റീരിയക്ക് വേണ്ടി ഞാൻ ഇവിടെ തിരിച്ചു വന്നു. ഇവിടെ വന്നു എൻ്റെ ഈ സൗത്ത് ഇത് കണ്ടോ, ഇവിടെ എൻ്റെ പോപ്പപ്പിന്റെ ഞാൻ ആ ഡേറ്റ വാലിഡേഷൻ കൊടുത്തിരുന്ന ആ ഡ്രോപ്പ് ഡൗണിന്റെ അവിടെ വന്നു. സൗത്ത് ആണ് എനിക്ക് വേണ്ടതെങ്കിൽ സൗത്ത് ആ ഒരു സെല്ലിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, കോമ. ഇനി എനിക്ക് വേണ്ടത് സം ആണ്, സം. സോ സം എന്ന് പറഞ്ഞ ഒരു കോളം എനിക്കുണ്ട്. ആ റേഞ്ചും ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കും ആൻഡ് ബ്രാക്കറ്റ് ക്ലോസ്, എൻ്റർ. എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സൗത്തിന്റെ ടോട്ടൽ സെയിൽസ്. ഇപ്പൊ ഇവിടെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈസ്റ്റിന്റെ ആണെങ്കിൽ ഈസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സെയിൽസ് മാറിയിട്ടുണ്ട്, സെയിൽ വാല്യൂ മാറിയിട്ടുണ്ട്. ഈ ഡ്രോപ്പ് ഡൗൺ വെച്ചിട്ട് നമുക്ക് ഇത് കാണാം, കണ്ടോ. സോ സെൻട്രലിന്റെ സെയിൽസ്, വെസ്റ്റിന്റെ സെയിൽസ്. ഇതാണ് ഡേറ്റ വാലിഡേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ.